ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പ്രൈസ് ദി ലോർഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വചനം പറയുന്നു, മർക്കോസ് 13:31, ആകാശം മാറും ഭൂമി മാറും, എന്നാൽ ദൈവത്തിന്റെ വചനം മാറില്ല. തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ആത്മീയ ശുശ്രൂഷയാണ് ജീസസ് ഈസ് അലൈവ്. സങ്കീർത്തനം 127:3 പറയുന്നു, കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെ നമ്മളുമായി സാക്ഷ്യപ്പെടുത്താൻ എത്തിയിരിക്കുന്ന സ്റ്റീഫൻ അങ്കിളും ജുഗി ആൻറ്റിയുമാണ്. സ്റ്റീഫൻ അങ്കിൾ, ജുഗി ആൻറ്റി, വെൽക്കം ടു ദ പ്രോഗ്രാം. അങ്കിൾ ആൻഡ് ആൻറ്റി, വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു. ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സ്റ്റീഫൻ. ഞങ്ങളുടെ നാട്ടിലെ തൊടുപുഴയിലാണ്, കരികുന്നെന്ന് പറയും. ഇവിടെ ലിറ്റിൽ ഹാംപ്ടണിൽ. ഇത് എൻ്റെ ഭാര്യ, ദൈവം എനിക്ക് ദാനമായി നൽകിയിട്ടുള്ള ഭാര്യ. എൻ്റെ പേര് ജുഗി. ഞങ്ങൾക്ക് 2 മക്കൾ. ഞങ്ങൾ ലിറ്റിൽ ഹാംപ്ടണിൽ താമസിക്കുന്നു. മൂത്തയാള് 16 വയസ്സ്, മോന് 14 വയസ്സ്. ദൈവം തന്ന ഏത് അനുഗ്രഹമാണ് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളിലൂടെ ലോകത്തിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ വിവാഹിതരായി 3.5 വർഷക്കാലം ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. മരുന്നുകളോ ലേപങ്ങളോ അല്ല, കർത്താവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് മനസ്സിലാക്കിയത് ആ നാളുകളിലാണ്. കർത്താവ് ബൈബിളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, എന്നെ ആരാധിക്കുകയും എൻ്റെ നാമം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഏതൊരുവനും ചോദിക്കുന്നത് എന്തും ഞാൻ നൽകും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാലങ്ങൾ അത്രയും കർത്താവിനെ കൂടുതൽ അറിയുന്നതിനും കർത്താവിനെ ആരാധിക്കുന്നതിനും കർത്താവിൻ്റെ ഇഷ്ടം നിറവേറുന്ന മക്കളായി ജീവിക്കുന്നതിനും ഞങ്ങൾ ശ്രമിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് രാപകലില്ലാതെ ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത്, അതായത് ഞങ്ങൾക്ക് കുട്ടികളെ കിട്ടണം, കുട്ടികളെ ഉണ്ടാകാൻ താമസിക്കുന്നത് മുഖാന്തരമായിട്ട് ഈ ലോകത്തിൻ്റെ കളിയാക്കലിലൂടെയും നിന്ദനങ്ങളിലൂടെയും ഞങ്ങൾ കടന്നുപോയ വളരെയധികം സമയങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും തനിച്ചായിരിക്കുന്ന സമയങ്ങളിൽ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാത്തത്? ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട്, യാതൊരു കുറവുകളും ഞങ്ങൾ കാണുന്നില്ല, എങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ. പക്ഷേ സാധാരണ എല്ലാ ചെക്കപ്പുകളിലും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു കാരണങ്ങളും ഞങ്ങൾ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ കേരളത്തിൻ്റെ പല വിദഗ്ധ ഡോക്ടർമാരെയും പോയി കാണുകയും അതുപോലെ തന്നെ അതിലുപരിയായിട്ട് ഞങ്ങൾ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ സമയങ്ങളിൽ ഒരു 3.5 വർഷത്തെ കാലത്തിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു തവണ മാത്രമേ വൈഫിൻ്റെ പീരീഡ് മിസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ഡോക്ടറിനെ കാണുകയും ഡോക്ടർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പാർട്ട് ടെസ്റ്റിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരികയും ചെയ്തു. പാർട്ട് ടെസ്റ്റ് ചെയ്തു, അത് നെഗറ്റീവായിരുന്നു. ഞങ്ങൾ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പാർട്ട് ടെസ്റ്റ് 100% റൈറ്റാണ്, നീ പ്രഗ്നൻ്റ് അല്ല, അതുകൊണ്ട് നമ്മൾ സമയം കളയേണ്ട, അടുത്ത പീരീഡിന് വേണ്ടിയുള്ള മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കൊള്ളാനും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ആ മെഡിസിൻ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. അതുമായിട്ട് ഞങ്ങൾ വീട്ടിൽ പോന്നു. ഇനി ഞാൻ അതിനെപ്പറ്റി കൂടുതലും പറയുന്നതിൽ ഉപരിയായിട്ട് എൻ്റെ വൈഫിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഞാനത് വൈഫിന് കൈമാറുകയാണ്. രക്തസ്രാവക്കാരുടെ വിശ്വാസം, ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കാർഡിൻ്റെ കയ്യിൽ വെച്ച് ദൈവത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. ടാബ്ലറ്റ് കഴിച്ചില്ല. അതിനാൽ ആ ഡോക്ടർ തന്നെ പറയുകയാണ്, ദൈവത്തിൻ്റെ അടുത്തതല്ലാതെ വേറെ ഒന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ അടുത്തത് മാത്രമാണ് എന്ന് പറഞ്ഞു. ആ വിശ്വാസമാണ് രക്തസ്രാവക്കാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ഏച്ചു പറയാനോട് പറഞ്ഞു. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ആ വിശ്വാസത്തിലൂടെ ഏച്ചു പറയും. മൂത്ത മോളുടെ പേര് മരിയ. അത്
ഒരുപക്ഷെ ആ ഡോക്ടർ തന്ന ആ ടാബ്ലറ്റ് കഴിച്ചിരുന്നു എന്ന വരിയിൽ 3 വർഷത്തിന് ശേഷം കർത്താവ് തന്ന അനുഗ്രഹത്തെ ബൈബിളിൽ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചാൽ അത് ഈ ഭൂലോകത്ത് വേറെ ആർക്കും അത് മാറ്റിക്കളയാൻ സാധ്യമല്ല. ഒരു ഹിന്ദു ഡോക്ടറായിരുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വിശ്വാസം പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ച കർത്താവ് നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ കണക്കൂട്ടലുകളിലെല്ലാം ഉപരിയായിട്ട് ഏകദേശം 45 ദിവസങ്ങൾക്ക് ശേഷമാണ് മോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത്. അപ്പം അത്രയും വലിയൊരു അനുഗ്രഹം, ഒരു മിറക്കിളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഈ ലോകത്തിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. ഞങ്ങളുടെ എൻ്റെ വൈഫ് പറഞ്ഞ പോലെ രക്തസ്രാവ സ്ത്രീക്കാരിയുടെ വിശ്വാസം, കർത്താവിനെ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എൻ്റെ രക്തസ്രാവം നിൽക്കും, എനിക്ക് രോഗശാന്തി കിട്ടുമെന്നുള്ള വിശ്വാസം ഊന്നി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും നിരന്തരമായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തപ്പോൾ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഉണ്ടാകാതിരുന്ന ലോകത്തിൻ്റെ നിന്ദനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകിക്കൊണ്ട് ദൈവം അവിടെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അതിനോട് ചേർന്ന് 2 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ആൺകുട്ടിയെ കൂടി കർത്താവ് നൽകിക്കൊണ്ട് ഇതിന് ശേഷമോ മുമ്പോ ഒന്നും ഞങ്ങൾ കുട്ടികളെ വേണ്ടെന്നുള്ള രീതിയിൽ ഒരു പ്രവർത്തനവും ഞങ്ങൾ നടത്തിയില്ല. കർത്താവ് 2 കുട്ടികളെ മാത്രമാണ് ഇന്നുവരെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. അത് ഞങ്ങളിതിനകത്ത് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനും ദൈവത്തിനെ ആരാധിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം കർത്താവ് ചേർത്തു തന്നു. അത് ഇന്നേ വരെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഇന്നേ വരെ തന്നേക്കുന്ന ഈ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങളിവിടെ നിൽക്കാൻ കാരണം പോലും കർത്താവാണ്. ആ കർത്താവിൻ്റെ പാതയെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന ഏതൊരു നിമിഷം വന്നാലും ഞങ്ങളത് സന്തോഷപൂർവ്വം ഞങ്ങളത് മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് കർത്താവ് എന്ന ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും, കൂടാതെ എന്നെ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്ത ഈ കുട്ടിയോട് ഞാനൊരു സന്തോഷപൂർവ്വം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു. മോൾക്ക് ഈ വിശ്വാസം എവിടെ നിന്നാണ് കിട്ടിയത്? മോളെ വളരെ നന്നായിട്ട് ബൈബിൾ പറയുകയും ബൈബിളെ കോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു. എവിടെ നിന്നാണ് മോൾക്ക് ഇത് കിട്ടിയത്? ഞങ്ങൾക്ക് വേണ്ടി കുറേ സമയവും അവരുടെ ജോലിയും എല്ലാം മാറ്റിവെച്ച് ഞങ്ങളെ വചന ശുശ്രൂഷ പഠിപ്പിക്കുന്ന എല്ലാവരും ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്ന പഠനമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും മറ്റുള്ളവർ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ കോണുകളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും നല്ല മനുഷ്യർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അങ്കിൾ ആൻഡ് ആൻറ്റി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഷെയർ ചെയ്തത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അങ്കിൾ ആൻഡ് ആൻറ്റി, ഇവിടെ വന്ന് നിങ്ങളുടെ വിഗ്രഹം ഞങ്ങളുമായി പങ്കുവെച്ചിരുന്ന് ഇത് അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവര് ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ. കാരണം ഒരിക്കൽ കൂടി പറയപ്പെടുകയാ, our Jesus is alive. ഹല്ലേലൂയ. ആ കുടുംബം പറഞ്ഞ സാക്ഷ്യത്തിൽ 2 കാര്യങ്ങൾ എന്നെ വല്ലാതെ സ്പർശിച്ചു. ഒന്നാമതായിട്ട് അവർ പറഞ്ഞു, ലോകം മൊത്തം അവരെ നോക്കി നിന്ദനങ്ങളും പരിഹാസങ്ങളും അയച്ചു തുടങ്ങി. ലോകം മൊത്തം അവരെ നോക്കി പരിഹാസത്തിന്റെ അവസ്ഥയിൽ വന്നപ്പോൾ അവർ ചെയ്ത ഒരു കാര്യമുണ്ട്. ലോകത്തിലേക്ക് ഉറ്റുനോക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ പകലില്ലാതെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കാരണം കുടുംബ ജീവിതത്തിൽ ദൈവം യോജിപ്പിച്ച മക്കൾ ഒന്ന് ചേർന്ന് കരം ചേർത്ത് പിടിച്ച് ചോദിച്ചാൽ സ്വർഗത്തിലെ പിതാവ് കൊടുക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. 2 ഡോക്ടറെ കണ്ട് മരുന്നുകൾ വാങ്ങിച്ചിട്ട് അത് കഴിക്കുക പോലും ചെയ്യാതെ അവർ മരുന്നുകൾ മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഇന്ന് ചിന്തിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്ന വചനഭാഗം, ഒരു സന്തുഷ്ട കുടുംബ ജീവിതം എപ്രകാരം നയിക്കപ്പെടുവാനായിട്ട്, ഒരു സന്തുഷ്ട കുടുംബ ജീവിത അനുഗ്രഹങ്ങൾ കടന്നു വരപ്പെടുവാനായിട്ട് എപ്രകാരം നമ്മുടെ കുടുംബ ജീവിതത്തെ ക്രമീകരിക്കണം. അതെ, 10 commandments for a successful marriage life. കുടുംബ ജീവിതം അനുഗ്രഹമായി മാറുവാൻ വേണ്ടി 10
10 കൽപ്പനകൾ വചനത്തിൽ നിന്ന് പല ഇടങ്ങളിലായിട്ട് കോട്ട് ചെയ്തുകൊണ്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു 2 മണിക്കൂർ കൊണ്ട് പറയേണ്ട ഈ ഒരു വചന ശുശ്രൂഷയെ 20-25 മിനിറ്റ് കൊണ്ട് പറയാൻ ശ്രമിക്കുന്നത് കൊണ്ട് അല്പം നല്ല വേഗത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഹെബ്രായരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹെബ്രായരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഇപ്രകാരം നമ്മെ വചനം പഠിപ്പിക്കുന്നു: എല്ലാവരുടെയും ഇടയിൽ വിവാഹം മാന്യമായി കരുതട്ടെ, മണിയറ മലിനമാകാതിരിക്കട്ടെ. ഇംഗ്ലീഷ് ബൈബിൾ ഇപ്രകാരം പറയുന്നു: മാരേജ് ഷുഡ് ബി ഹോണേഡ് ബൈ ഓൾ. ലോകമെമ്പാടും വിവാഹം ഹോണേഡായിട്ട് കരുതപ്പെടണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം. 1-ാമത്തെ കമാൻഡ്മെന്റ് ഇതൊരു ദൈവവിളിയാണ് എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് പറ്റണം. പലപ്പോഴും പലയിടങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവിളിയുണ്ടെങ്കിൽ സന്യാസ ജീവിതത്തിലേക്ക് പോകട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവവിളി ഇല്ലാത്തവർക്കുള്ളതല്ല കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനായ ആദമനെ സൃഷ്ടിച്ചിട്ട് ചേർന്ന ഇണയെ ചേർത്ത് വെച്ചുകൊണ്ട് വിവാഹമെന്ന കൂദാശ അത് സ്ഥാപിച്ചു. വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായിട്ട് ലോകമെമ്പാടും വളരുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം ആദ്യം സ്ഥാപിച്ച കൂദാശ എന്ന് പറയുന്ന വിവാഹമാണ്. വിവാഹമെന്ന കൂദാശ സ്ഥാപിച്ചിട്ട് സന്താന പുഷ്ടിയുള്ളവരായിട്ട് മാറുവാൻ പറഞ്ഞുകൊണ്ട് തൻ്റെ സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളി കൂടി ആക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ 2 ശക്തമായ ദൈവവിളികളാണ് ഉള്ളത്. 1 സന്യാസ ജീവിതം, 2 കുടുംബ ജീവിതം. രണ്ടും ശക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ വിളികൾ തന്നെ. ഈ രത്തിൽ നിന്നും ദൈവം ഒരുപാട് പേരെ ഉപയോഗിക്കുന്നു. ഒരു ഗണത്തിന് ദൈവം പ്രത്യേകമായിട്ട് അഭിഷേകത്തിൻ്റെ വ്യതിയാനങ്ങൾ വരുത്തിയിട്ടില്ല. അനേകം ആത്മായ ശുശ്രൂഷകരെ, അനേക കുടുംബസ്ഥരെ, അനേക സന്യസ്തരെ ഒരുപോലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാം, രണ്ടും കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള ദൈവ വിളി തന്നെയാണ്. അഭിഷേകമുള്ള മക്കളായിട്ട് മാറുവാൻ ഏതൊരു ദൈവവിളിയുള്ള മകനും മകൾക്കും സാധിക്കും. ഒന്ന് മാത്രം, ഇതൊരു ദൈവവിളിയാണ്, വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ഈ ജീവിതത്തിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിന് പ്രീതികരമായ ജീവിതം നയിക്കുവാൻ കഴിയുമെന്നുള്ള സത്യം തിരിച്ചറിയുവാനായിട്ട് ഓരോ കുടുംബ ജീവിതക്കാരനും പറ്റണം. ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ! ഇപ്രകാരം കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ചെയ്യേണ്ട 2-ാമത്തെ കമാൻഡ്മെന്റ്, ഞാൻ എന്നെ മനസ്സിലാക്കുക, എന്നെ ഉൾക്കൊള്ളുക. ഇന്ന് ഒരുപാട് കുടുംബത്തിലുള്ളവര്, കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ തങ്ങളുടെ പ്രതീക്ഷകൾ വളരെ വലുതാണ് അവരുടെ ജീവിതത്തിൽ. തങ്ങളുടെ ഭാവന ശക്തികളൊക്കെ എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീമാണ്. ഇപ്രകാരം എക്സ്ട്രീം ആയിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ മുളയെടുപ്പിച്ചിട്ട് ഒരു പളുങ്ക് കൊട്ടാരം പോലെ നമ്മുടെ സ്വപ്നങ്ങളെ കെട്ടിപ്പൊക്കിയിട്ട് ദൈവം ഒരു ജീവിത പങ്കാളിയെ തരുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ കൊത്തതായിട്ട് മാറാതെ വരുമ്പോൾ കുടുംബ ജീവിതത്തിൽ കല്ല് കടി ആരംഭിച്ചു തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു കുടുംബം എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിനായിട്ട് കടന്നു വന്നു. ആ ഭർത്താവ് എന്നോട് പറഞ്ഞ ആദ്യത്തെ വാക്ക് തന്നെ എന്നെ വല്ലാതെ ഹൃദയത്തിൽ ഞാൻ കുറിച്ചിട്ടു. അവൻ പറഞ്ഞതാണ്, ബ്രദറെ, ഞാൻ കൊതിച്ചത് ബിരിയാണിയാണ്, പക്ഷെ ലഭിച്ചത് കഞ്ഞിയും പയറുമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ പരാജയത്തിലേക്ക് നയിക്കുന്നത്. വലിയ ബിരിയാണിയുടെ രുചികൾ നാം പ്രതീക്ഷിക്കും, പക്ഷേ കിട്ടിയത് കഞ്ഞിയും പയറുമായി പോയി എന്നുള്ള വലിയ സങ്കടത്തിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആര്, എനിക്ക് ഏത് ലെവൽ വരെ ചിന്തിക്കുവാനും മോഹിക്കുവാനും കഴിയും, എൻ്റെ പരിമിതികൾ ഏതെല്ലാം, ഇതൊന്ന് സ്വയം തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകളെ വളരെയധികം നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും. ജീവനാമതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. 3-ാമതായിട്ട് ഒരു കുടുംബസ്ഥൻ അല്ലെങ്കിൽ കുടുംബസ്ഥ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ജീവിത പങ്കാളിയെ കർത്താവ് ദാനമായി തരുന്നതാണ്. പലപ്പോഴും പല ജീവിത തകർച്ചകളുടെ മധ്യത്തിൽ ഇൻവോൾവ് ഒക്കെ ആയിപ്പോൾ കേൾക്കുവാൻ കഴിഞ്ഞത്,
എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി, എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി. ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുപോലെ ഡിമാൻഡ് ഇട്ട് പറയുന്ന കാര്യമാണ്, എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആണോ സെലക്ഷൻ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വചനം അടിവരയിട്ട് പറയുന്നുണ്ട്, നിനക്കു ഞാൻ ചേർന്ന ഇണയെ തരും. ദൈവം പറയുന്നു, നിനക്ക് ദൈവം ചേർന്ന ഇണയെ തരും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചേർന്ന ഇണ ഏത് എന്നുള്ളത് സ്വർഗം നിശ്ചയിച്ചിട്ട് അവൾക്ക് ചേർന്ന ഇണയെ നൽകുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഒരു ലവ് മാരേജ് ആയിക്കോട്ടെ, അറേഞ്ച്ഡ് മാരേജ് ആയിക്കോട്ടെ, ഇത് സ്വർഗം നിശ്ചയിച്ചിട്ടുള്ളതാണ് ഒരു വ്യക്തിക്ക് ഏത് വ്യക്തി ജീവിത പങ്കാളി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബജീവൻ നയിക്കുന്ന ഭാര്യയും ഭർത്താവും തിരിച്ചറിയേണ്ട ഒരു സത്യം, എൻ്റെ ജീവിത പങ്കാളിയെ സെലക്ഷൻ തെറ്റിപ്പോയിട്ടില്ല, ഈ ജീവിത പങ്കാളി തന്നെ വേണമെന്ന് സ്വർഗം തീരുമാനിച്ചുറച്ചതാ. കാരണം അതിലൂടെ എൻ്റെ ദൈവത്തിന് ഏതൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ഒരു കഥ കേട്ടിട്ടുണ്ട് ഇപ്രകാരം. ഒരിക്കല് മാതാവും ഈശോയും കൂടി നടക്കുവാനായിട്ട് ഇറങ്ങി. വഴിയോരത്തൂടെ നടന്നു പോയപ്പോൾ കുറച്ച് ചെന്നപ്പോൾ മദ്യപിച്ച് ലക്കുകെട്ട് ബോധരഹിതനായി നിലത്ത് കിടക്കുന്ന ഒരു യുവാവിനെ കണ്ടു. അത് കണ്ടപ്പോൾ മാതാവിന് വലിയ സങ്കടമായി. മാതാവ് ചോദിച്ചു, എന്താ കുഞ്ഞെ ഇപ്രകാരം ജനങ്ങൾ മദ്യപിച്ച് ലക്കുകെട്ട് വഴിയോരത്തൊക്കെ കിടക്കുന്നത്? ഈശോ ഒരു മറുപടിയും പറഞ്ഞില്ല. അവർ മുന്നോട്ട് പോയി ഒരു ദേവാലയത്തിന്റെ സമീപത്തു കൂടി നടന്നു പോയപ്പോൾ ദേവാലയത്തിലെ പരിശുദ്ധ ബലിക്ക് വേണ്ടി പോകുന്ന 2 സ്ത്രീകളെ കണ്ടു. ഒരു മകൾ വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥനയോടും അഭിഷേകത്തിന്റെ നിറവോടും കൂടി മുന്നോട്ട് പോകുന്ന ഇവരെ കണ്ടപ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയൊക്കെ പറഞ്ഞ് ദേവാലയത്തിലേക്ക് മുന്നോട്ട് പോയി. കുറെ കൂടി നടന്ന് മുന്നോട്ട് പോയപ്പോൾ മാതാവ് ഈശോയോട് ചോദിച്ചു, മോനെ, എന്ത് സമ്മാനമാണ് നീ കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈശോ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ആ മകൾക്ക് കൊടുക്കുവാനുള്ള സമ്മാനമാണ് നാം ആദ്യം കണ്ടതായ വ്യക്തി. മാതാവ് ഞെട്ടിപ്പോയി. എൻ്റെ മോനെ, ഇത്രയും പ്രാർത്ഥനയിൽ നിൽക്കുന്ന ആ മകൾക്ക് ആ മദ്യപാനിയായ മകനെയോ? എന്താ മോനെ ഇപ്രകാരം? ഈശോ പറഞ്ഞു, അമ്മേ, പ്രാർത്ഥനയുടെ നിറവിൽ നിൽക്കുന്ന ആ മകൾക്ക് പ്രാർത്ഥനയില്ലാത്ത ആ മകനെ കൊടുത്താൽ ഈ മകളുടെ പ്രാർത്ഥനയിലൂടെ ആ മകൻ കൂടി ദൈവരാജ്യം അറിയും. അവർ രണ്ടുപേരും ദൈവത്തെ അറിഞ്ഞ് രക്ഷയിലേക്ക് പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയാണ് എങ്കിലും ഇതിൽ ഒരുപാട് സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കോപ സ്വഭാവമുള്ള ഒരു ഭർത്താവിന് ശാന്തശീലയായ ഒരു ഭാര്യയെ കൊടുക്കുന്നു. ലാഭ്യദൂർത്തുള്ള ഒരു ഭർത്താവിന് പിശുക്കിയായ ഒരു ഭാര്യയെ കൊടുക്കുന്നു. ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ഭർത്താവിന് വളരെ ക്രമീകരണമുള്ള, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഭാര്യയെ കൊടുക്കുന്നു. പലപ്പോഴും ഇപ്രകാരമുള്ള ഓപ്പോസിറ്റ് ക്യാരക്ടർ വരുന്നത് ദൈവത്തിന് തെറ്റുപറ്റിയിട്ടല്ല. പ്രിയപ്പെട്ടവരെ, ഈ 2 മക്കൾ ഒന്ന് ചേരുമ്പോൾ, 2 പേരും ഒന്ന് ചേരുമ്പോൾ അവർക്കിടയിൽ ഇല്ലാത്തവന് ഉള്ളതിൽ നിന്ന് പലതും പകരപ്പെടുകയും അവർ ഒരുപാട് നന്മയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടവരുത്തുകയും ചെയ്യും. അതുകൊണ്ട് 7ാമത്തെ കമാൻഡ്മെന്റ്, വിവാഹമെന്ന കൂദാശയിലൂടെ ഒരു പഴയ ജീവിതം അവസാനിക്കുന്നു, ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റെല്ലാ കൂദാശകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിവാഹം എന്ന കൂദാശയിൽ 2 മനസ്സുകൾ തമ്മിലും 2 ശരീരങ്ങൾ തമ്മിലും കൂട്ടിയോജിപ്പിക്കപ്പെടുന്ന ഒരേ ഒരു ശുശ്രൂഷയാണ് വിവാഹം എന്നുള്ള കൂദാശ. ഇപ്രകാരം 2 മനസ്സുകളും ശരീരങ്ങളും തമ്മിൽ കൂട്ടിയോജിപ്പിക്കപ്പെടുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, എൻ്റെ പഴയകാല ജീവിതം, ഒരു പക്ഷേ ഞാൻ ഈ ജീവിത പങ്കാളിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരുപാട് പാപത്തിന്റെ അവസ്ഥകൾ ഉണ്ടായിരിക്കാം. എന്തുണ്ട് എങ്കിലും വിവാഹം എന്ന കൂദാശ പുരോഹിതൻ വെഞ്ചരിച്ച് അനുഗ്രഹിച്ചു തരുമ്പോൾ ആ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറ്റപ്പെടണം. അതിനു മുൻപ് ഞാൻ പ്രേമിച്ചു നടന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ പ്രേമം അവിടെ അവസാനിച്ചിട്ട് സ്നേഹം അവിടെ ആരംഭിക്കണം. കാരണം ഇഷ്ടത്തിനും പ്രേമത്തിനും പലപ്പോഴും പല കാര്യങ്ങളെയും അതിജീവിക്കുവാൻ കഴിയത്തില്ല. നേരെ മറിച്ച് വിവാഹമെന്ന കൂദാശയിൽ ഞാൻ സ്നേഹം ആരംഭിച്ചുവെങ്കിൽ ആ സ്നേഹത്തിന് പിന്നീട് വരുന്ന ഏതൊരു പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് തരുവാൻ കഴിയും. ഇഷ്ടങ്ങൾ അവസാനിക്കട്ടെ, പ്രേമങ്ങൾ അവസാനിക്കട്ടെ, യഥാർത്ഥമായ സ്നേഹം
ആരംഭിക്കട്ടെ. 5-ാമത്തെ കാര്യത്തിലേക്ക് നടക്കാം. ദ 5th commandment. കുടുംബ ജീവിതത്തിൽ ഒരു സ്ഥാന ക്രമീകരണം സ്വർഗം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഭാര്യയുടെ ശിരസ് ഭർത്താവായിരിക്കണം, ഭർത്താവിൻ്റെ ശിരസ് ക്രിസ്തുവായിരിക്കണം, ക്രിസ്തുവിൻ്റെ ശിരസ് പിതാവാം ദൈവവുമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈക്വാലിറ്റിയൊക്കെ നമുക്ക് പറയുവാൻ നല്ലതാണ്, ഒരു പരിധി വരെയാകാം. പക്ഷെ കുടുംബ ജീവിതത്തിലേക്ക് ദൈവം ചേർപ്പിച്ച മക്കളുടെ ഇടയിൽ വേണ്ട സ്ഥാനത്തെക്കുറിച്ച് സ്വർഗം തന്നെ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭാര്യയുടെ ശിരസ് പുരുഷനായിരിക്കണം, ഭാര്യയുടെ ശിരസ് ഭർത്താവായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈക്വാലിറ്റി അല്ല ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാര്യയുടെ ശിരസ് ഭർത്താവായിരിക്കണം. മദ്യപിച്ച ലോകത്തിന്റെ ജഡികതകൾക്ക് മുന്നിൽ നടക്കുന്ന ഒരു ഭർത്താവിനെ ചൂണ്ടിക്കാട്ടിയിട്ട് അല്ല പറഞ്ഞത് ഭാര്യയുടെ ശിരസാകാൻ. ഈ ഭർത്താവിൻ്റെ ശിരസ് ക്രിസ്തുവുമായിരിക്കണം. പ്രിയ ഭർത്താവേ, നിന്റെ ശിരസ് നീ ആദ്യം ക്രിസ്തുവിനെ ഏൽപ്പിക്കുക. നീ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിതമായ ജീവിതമായിട്ട് നീ ഭാര്യയുടെ ശിരസ്സായിട്ട് മാറുക. പ്രിയ ഭാര്യയെ, ഭർത്താവിനെ ശിരസ്സായിട്ട് വെക്കുന്നതിലൂടെ നീ ക്രിസ്തുവിനെ തന്നെയാണ് ശിരസ്സായിട്ട് വെക്കുന്നത് അവിടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കുന്നു. ഇന്ന് പല കുടുംബങ്ങളിലൊക്കെ കടന്നു ചെന്നപ്പോൾ ഭർത്താവിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലി പലപ്പോഴും വേദനിപ്പിക്കുന്ന അവസ്ഥ. പല ദൂരെയുള്ളൊരു കുടുംബത്തൊക്കെ ഒരു അല്പം ആവശ്യത്തിനായിട്ട് കടന്നു ചെന്നപ്പോൾ ഭാര്യ താഴത്തെ ഫ്ലോറിൽ നിന്ന് ഉറക്കെ വിളിക്കുകയാണ് ഭർത്താവിനെ, എടാ നീ എന്തെടുക്കുക അവിടെ? പെട്ടെന്ന് ഭർത്താവ്, ഞാൻ ബ്രദറിൻ്റെ കൂടെ ഇരിക്കുകയാണ്, നീ ഇങ്ങ് വന്നേ, ബ്രദറിന് ഒരു ചായ എടുത്തുകൊണ്ട് കൊടുത്തേ. എന്നെ ഒത്തിരി വേദനിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ആ സംസാരം. എവിടെന്നോ കടന്നു വന്ന ഒരു വളരെ മ്ലേച്ഛമായ ഒരു പരിഷ്കാര ശൈലി. ഭർത്താവിനെ എടാ നീ പോടാ എന്നൊക്കെ വിളിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ശിരസ്സായ ഭർത്താവിനെ എടാ പോടാ നീ എന്നൊന്നും വിളിക്കാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ. വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നമ്മുടെ ഒക്കെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന്റെ ഭാര്യയായ സാറ വിളിച്ച് എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? നാഥ. ദൈവത്തെ കാണുന്ന പോലെ തന്നെ, തൻ്റെ ശിരസ്സായ ഭർത്താവിനെ ദൈവത്തെ കാണുന്ന പോലെ തന്നെ കണ്ടിട്ട് നാഥ എന്ന സാറ അബ്രാഹത്തെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യമാരുടെ വിളിയിൽ ഒരു ബഹുമാനം ഉണ്ടാവട്ടെ. 6-ാമത്തെ കമാൻഡ്മെന്റ്, ഹൗ ഡു ഐ correct my life partner or how do I appreciate my life partner? വളരെ പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ. എൻ്റെ ജീവിത പങ്കാളി, ഞാനും പൂർണ്ണനല്ല, എൻ്റെ ജീവിത പങ്കാളിയും പൂർണ്ണയല്ല എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു കുറവ് കാണുമ്പോൾ, എൻ്റെ ജീവിത പങ്കാളിയിലെ മാറ്റം വരുത്തേണ്ട മേഖലകളെ കാണുമ്പോൾ ഞാൻ എപ്രകാരം അതിനെ തിരുത്തുന്നു? ഒരു ദൈവദാസൻ ഒരിക്കലും ഇവിടെ വന്നപ്പോൾ സംസാരിച്ചത് ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചു, ഞാൻ ഒത്തിരി ഉൾക്കൊണ്ടു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിത പങ്കാളിയിൽ നിന്നൊരു വേദനയുള്ള അനുഭവം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത അനുഭവം ഒക്കെ കടന്നു വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, ജീവിത പങ്കാളിയെ വിളിച്ചുകൊണ്ട് നേരെ ബെഡ്റൂമിലേക്കോ മറ്റൊരു മുറിയിലേക്കോ പോകും. പെട്ടെന്ന് അദ്ദേഹം ഒരു പരിശുദ്ധാത്മാവിൻ്റെ പാട്ടൊക്കെ അങ്ങോട്ടിടും. അപ്പം മക്കള് വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പനും അമ്മയും കൂടി പ്രാർത്ഥിക്കുവാൻ പോയതായിരിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ട് അവനും അവളും മാത്രമായിരിക്കുമ്പോൾ ആ ഭർത്താവ് ഭാര്യയോട് പറയും, മോളെ ഇന്ന കാര്യം നീ പറഞ്ഞത് മോശമായി പോയി കേട്ടോ, എനിക്കത് വേദനിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് വേദനിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് അത് ചേർന്നതല്ല. അപ്പോൾ ആ മകൾ പറയും, അയ്യോ ചേട്ടാ അതൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഞാൻ അങ്ങനെയല്ല സംസാരിച്ചത്, ഓക്കെ ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ, നമുക്കത് കാര്യങ്ങൾ ഓർത്ത് പിടിച്ച് അവർ പ്രാർത്ഥിച്ച് ആ വിഷയം അവിടെ അവസാനിപ്പിച്ച് പാട്ട് ഓഫ് ചെയ്ത് സന്തോഷമായിട്ട് അവർ താഴെ വരും. കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥനാ മുറിയിൽ പോയി. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ വലിയ തീരുമാനങ്ങളും മാറ്റങ്ങളും വരുത്തിയിട്ട് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ കാര്യമായത്.
ജീവിത പങ്കാളിയെ കറക്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് പോലും കറക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കല്ലേ. കുഞ്ഞുങ്ങളുടെ മുൻപിൽ അവരുടെ മാതാപിതാക്കൾ ദൈവത്തെ പോലെ ആയിരിക്കട്ടെ. കുറവുകളില്ലാത്ത, നന്മയുള്ള, പരസ്പരം വഴക്കടിക്കാത്ത, പരസ്പരം എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന, സ്നേഹിക്കുന്ന നല്ല മാതാപിതാക്കളായിട്ട് എപ്പോഴും കാണുവാൻ കഴിയട്ടെ. ജീവിത പങ്കാളിയുടെ ഒരു കുറവ് കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് പോലും പറയാതിരിക്കാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമത്തെ കാര്യം, ജീവിത പങ്കാളിയുടെ നന്മ കാണുമ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, ഒന്ന് അഭിനന്ദിക്കാൻ. പലപ്പോഴും നാവുകൾക്ക് വാക്കുകൾ കുറവുള്ളവരാണ് പലപ്പോഴും. പ്രിയപ്പെട്ടവരെ, എന്തിനീ പിശുക്ക്? ജീവിത പങ്കാളിയുടെ ഒരു നന്മ കാണുമ്പോൾ ഒന്ന് പരസ്യമായിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. പലപ്പോഴും പല കുടുംബങ്ങളിലും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവരിൽ ഒരാളായിരിക്കും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ മെയിനായിട്ട് ക്രമീകരിക്കപ്പെടുക. അപ്രകാരം കുഞ്ഞിനെ പഠിച്ച് നല്ല മാർക്കോട് പാസ്സാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുഞ്ഞിന് പോയിട്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. എന്നാൽ കുഞ്ഞിന് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കൂട്ടത്തിൽ ഓരോ സമ്മാനം ആ കുഞ്ഞിനെ പഠിപ്പിച്ച ജീവിത പങ്കാളിക്ക് കൂടി വാങ്ങിക്കൊടുത്തിട്ട്, മോളെ അല്ലെങ്കിൽ ചേട്ടാ വളരെ നന്നായിട്ട് കുഞ്ഞിനെ പഠിപ്പിച്ച് ഇത്രയും ഒരു വർഷക്കാലം കഷ്ടപ്പെട്ട് ചേട്ടൻ്റെ അല്ലെങ്കിൽ മോളുടെ വളരെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഈ വിജയം, അതുകൊണ്ട് കുഞ്ഞിന് മാത്രമല്ല നിനക്ക് കൂടി ഇരിക്കട്ടെ ഒരു സമ്മാനം എന്ന് പറഞ്ഞ് അവൾ ചെയ്ത പ്രവൃത്തിയൊന്ന് കാണുവാൻ നമുക്ക് കണ്ണുണ്ടായാൽ, പ്രിയപ്പെട്ടവരെ, നാം കൊടുക്കുന്ന ശ്രേഷ്ഠമായ ഒരു അംഗീകാരമാണ്. പിറ്റേ വർഷാന പുഷ്ടിയുള്ളവരാകുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആരംഭിച്ച വിവാഹമെന്ന കൂദാശയിലെ വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു കാര്യമാണ് വിവാഹ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ ശരീര ബന്ധത്തിൻ്റെ സമർപ്പണം എന്ന് പറയുന്നത്. ഒരു പുരോഹിതൻ പരിശുദ്ധ ബലി അർപ്പിച്ച് ദൈവവുമായിട്ട് ഐക്യപ്പെടുവാനായിട്ട് ബലി അർപ്പിക്കുന്നത് പോലെ ഭാര്യാഭർത്തൃ ജീവിതത്തിലുള്ള ബലിയർപ്പണം ഒരു പ്രധാനമർഹിക്കുന്ന ഘടകം തന്നെയാണ്. ഇന്ന് പലപ്പോഴും ഡിവോഴ്സിൻ്റെ വക്കത്ത് അല്ലെങ്കിൽ തകർച്ചയുടെ വക്കത്ത് നിൽക്കുന്ന പല കുടുംബങ്ങളിലേക്കും കടന്നു ചെന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ബലിയർപ്പണത്തിൻ്റെ വലിയ കുറവ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഒരുപാട് അകൽച്ചകൾ. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണോ? അല്ല പ്രിയപ്പെട്ടവരെ. ഒന്ന് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി ഓരോ ബലിയർപ്പണം കഴിയുമ്പോഴും സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഒരുപടി കൂടി വളരുവാൻ വേണ്ടി ദൈവം സ്ഥാപിച്ച സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പരസ്പര ആകർഷണീയത അത് പരിശുദ്ധിയോടുകൂടി തൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ പലപ്പോഴും ഏക മനസ്സോടുകൂടി തീരുമാനിച്ചുറച്ച ഏതാനും നാളത്തേക്കല്ലാതെ ബലിയർപ്പണത്തിൽ മുടക്ക് വരാതിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. വചനം വീണ്ടും അടിവരയിട്ട് പറയുന്നു, നിങ്ങളുടെ വിവേകശൂന്യത മൂലം പിശാചു നിങ്ങളുടെ ഇടയിൽ ഭരിക്കാൻ ഇടവരാതിരിക്കട്ടെ. പ്രിയപ്പെട്ട അർപ്പണം പരിശുദ്ധിയോടെ അർപ്പിക്കേണ്ട ഒന്നാണ്. പ്രാർത്ഥനയോടുകൂടി, ഒരുക്കത്തോടുകൂടി, കരങ്ങൾ കോർത്തു പിടിച്ച് ഈ ദാനം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ജീവിത പങ്കാളിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, തന്നിരിക്കുന്ന ശരീരത്തിൻ്റെ കഴിവുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആ മുറിയിലേക്ക് ക്ഷണിച്ച് ദൈവ സാന്നിധ്യം ഉറപ്പ് വരുത്തിയിട്ട് പരിശുദ്ധിയോടുകൂടി അർപ്പിക്കേണ്ട ഒന്നാണ്, വിശുദ്ധിയോടുകൂടി അർപ്പിക്കേണ്ട ഒന്നാണ് ജീവിതത്തിൻ്റെ, കുടുംബ ജീവിതത്തിൻ്റെ ബലി അർപ്പണമെന്ന് പറയുന്നത്. രണ്ടാമതായിട്ടൊരു വലിയ കാര്യം ഓർമ്മിക്കട്ടെ. ഈ അടുത്ത നാളുകളിലൊക്കെ ആയിട്ട് ചില കുടുംബ വിഷയങ്ങൾ ഇൻവോൾവ് ആയപ്പോൾ ഭർത്താവ് പറഞ്ഞ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വല്ലാതെ അടിവരയിട്ട് ഞാൻ പറയട്ടെ. ജീവിത പങ്കാളിയുടെ ശരീരത്തിൻ്റെ ദുർഗന്ധം ആ ശരീരത്തെ പോലും അവന് താല്പര്യമില്ലാത്ത വണ്ണം അകറ്റി കളഞ്ഞിരിക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ, എൻ്റെ ശരീരത്തിൻ്റെ ദുർഗന്ധങ്ങൾ സഹിക്കുവാനുള്ള വ്യക്തിയല്ല എൻ്റെ ജീവിത പങ്കാളി. അതുകൊണ്ട് എൻ്റെ ശരീരം വിശുദ്ധിയോടെയും പരിശുദ്ധിയോടെയും നിർമ്മലവുമായി സൂക്ഷിക്കുവാനായിട്ട് ഓരോ കുടുംബജീവിതം നയിക്കുന്ന മകനും മകളും ശ്രദ്ധയുള്ളവരായി മാറട്ടെ. The 8th commandment, how do we pray in our marriage life? വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ. കുടുംബ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഭൂമിയിൽ 2 പേർ ഏക മനസ്സോടുകൂടി ചോദിച്ചാൽ ഞാനത് തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഏക മനസ്സോടുകൂടി ചോദിക്കുവാനായിട്ട് ദൈവം ആരെയാണ് ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ചേർന്ന ഇണയോടൊപ്പം ചെയ്യേണ്ട പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവ
ദൈവം യോജിപ്പിച്ച ഇണയുടെ കരം പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പോയിരുന്ന് കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടി എൻ്റെ ആവശ്യം തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ മറുപടി വിദൂരത്തല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ ഓടുകയാണ് നാം, എവിടേക്കൊക്കെയോ അനുഗ്രഹങ്ങൾ മറ്റെവിടെയോ ഇരിക്കുന്ന ഒന്നുപോലെ ഓടുകയാണ് നാം. പ്രിയപ്പെട്ടവരെ, ഓട്ടങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിത പങ്കാളിയുടെ കരം പിടിച്ചുകൊണ്ട് ചേർന്ന ഇണയെ ചേർത്ത് വെച്ച് തമ്പുരാന്റെ മുൻപിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയട്ടെ. പോലെ ശുശ്രൂഷയിൽ നിൽക്കുന്ന സഹോദരങ്ങളോട് ഒരു വാക്ക് ഞാൻ പറയട്ടെ. ശുശ്രൂഷയിലേക്ക് ആവുമ്പോൾ ദൈവം വചനത്തിലൂടെ ഒരു കാര്യം പറഞ്ഞു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് അവൻ മുന്നോട്ട് വഞ്ചിയിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ പോയി നിന്റെ കുടുംബത്തിലും സ്വന്തക്കാരുടെ ഇടയിലും പോയിട്ട് ഈ ദൈവത്തിന്റെ പ്രവൃത്തി നീ വിളംബരം ചെയ്യുക. ദൈവം ഇന്നും ആഗ്രഹിക്കുന്നു അനേകർക്ക് വേണ്ടി ഓടുന്നതിന് മുൻപ് സ്വദൈവം ദാനമായി തന്ന ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ശുശ്രൂഷയിൽ നിൽക്കുന്ന പല കുടുംബങ്ങളിലും ഭാര്യമാരെന്ന് ഭാരപ്പെടുന്നു. ഭർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങളും പാഴ്ചകളും എല്ലാം ഭാരപ്പെടുന്നുവെങ്കിൽ പ്രിയ സഹോദര, ജീവിത പങ്കാളിയെ കർത്താവിന് വേണ്ടി ആദ്യം നേടുവാൻ നിനക്ക് കഴിയട്ടെ. ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് പല ഇടങ്ങളിലും ഞാൻ പോകാറുണ്ട്. ക്ലാസ്സിൽ കിടന്ന് ഏറ്റവും കൂടുതലായിട്ട് അലമ്പുണ്ടാക്കുകയും ബ്രേക്ക് സമയത്തൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ശബ്ദമുണ്ടാക്കുകയും തിരിച്ച് ക്ലാസ്സിലേക്ക് കയറുവാൻ പറയുമ്പോൾ കയറാൻ മടി കാണിക്കുകയും ചെയ്യുന്ന പല കുഞ്ഞുങ്ങളും ശുശ്രൂഷയിൽ നിൽക്കുന്ന പല ദൈവമക്കളുടെ ദൈവദാസരുടെ മക്കൾ തന്നെയാ. പ്രിയപ്പെട്ടവരെ, എന്തേ നമ്മുടെ ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും നമുക്ക് കർത്താവിന് വേണ്ടി നേടുവാൻ കഴിയാത്തു? സന്തോഷത്തോടുകൂടി പറയട്ടെ പ്രിയ ദൈവമക്കളെ, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ദൂരെ ആയിക്കോട്ടെ അടുത്തായിക്കോട്ടെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയം എൻ്റെ ജീവിത പങ്കാളി ചോദിച്ചു വയ്ക്കും. ഞാൻ ശുശ്രൂഷ തുടങ്ങുന്ന സമയം മുതൽ ശുശ്രൂഷ കഴിഞ്ഞ് കർത്താവിൻ്റെ പ്രവൃത്തികളൊക്കെ ഞാൻ തിരിച്ച് ഫോൺ വിളിച്ച് പറയുന്നത് വരെ എൻ്റെ ജീവിത പങ്കാളി കുടുംബത്തിലുണ്ട് എങ്കിൽ അവൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പോയിട്ട് മുട്ടുകൾ കുത്തി കരങ്ങൾ വെച്ച് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ശുശ്രൂഷയ്ക്ക് പോകാൻ എന്തെങ്കിലും ഒരു മടി കാണിച്ചാൽ പോവുക പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിർബന്ധിച്ചു വിടുന്നു. ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവൾ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര സന്തോഷം ഞാൻ അനുഭവിക്കുന്നു, എത്രയോ ആത്മീയ നിർവൃതി ഞാൻ അടയുന്നു അതിൻ്റെ അകത്ത്. ഇത് വേണം പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ജീവിത പങ്കാളി സന്തോഷത്തോടെ നമ്മെ പറഞ്ഞയക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 9ാമത്തെ കാര്യം, how do I treat my life partners, parents or their family? പ്രിയപ്പെട്ടവരെ, വിവാഹം എന്ന കൂദാശയിലൂടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും യോജിക്കലിൻ്റെ മധ്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു കുടുംബം കൂടി അവിടെ ചേർക്കപ്പെടുക, മറ്റൊരു അപ്പനും അമ്മയും കൂടി അവിടെ ചേർക്കപ്പെടുക. അപ്പനെയും അമ്മയെയും വിട്ടുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഒന്നാകുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരു അപ്പനും അമ്മയും കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്ന കൂദാശയ വിവാഹം എന്ന കൂദാശ. 5ാമത്തെ കൽപ്പന വളരെ പ്രധാനപ്പെട്ട കൽപ്പന, ഹൗ ലോങ് ഐ സ്പെൻഡ് വിത്ത് മൈ ലൈഫ് പാർട്ട്ണർ. നമ്മുടെ ഈ ജീവിതത്തിൽ ഒരുപാട് തിരക്കുള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ കാര്യമാണ് എൻ്റെ ജീവിത പങ്കാളിക്കൊപ്പം ഒന്ന് ചേർന്നിരിക്കാൻ, ഒന്ന് കൊക്കുരുമ്മി തോളുരുമ്മി ചേർന്നിരിക്കുവാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാതെ വരുന്നു. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായ ചില ഭർത്താക്കന്മാരെന്ന് കേട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഇങ്ങനെ അങ്ങ് പോവാനുള്ളതല്ല പ്രിയ സഹോദരങ്ങളെ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ആദ്യ നാളുകളിലെ മധുവിധ നാളുകളിലെ ആ സ്നേഹവും ആ റൊമാൻറ്റിക് മൂഡുകളും എല്ലാം നമ്മുടെ മരണം വരെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ ഞാൻ അവളുടെ മടിയിൽ തലവെച്ച് കിടക്കുവാനോ അവൾ എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുവാനോ കുഞ്ഞുങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ ദേഹത്ത് കയറി കിടക്കുവാനോ ഒക്കെ സമയം കണ്ടെത്തുവാൻ പറ്റുന്നുണ്ട്. പറ്റണം പ്രിയപ്പെട്ടവരെ. നമുക്ക് നഷ്ടപ്പെടുത്തി കളയേണ്ട ഒന്നല്ല ഭാര്യ-ഭർതൃ ജീവിതത്തിൻ്റെ അനുദിനത്തിലുള്ള അനുനിമിഷത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത്. അതുപോലെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ, രോഗപീഠകൾ കടന്നു വരുമ്പോൾ
ജീവിത പങ്കാളി കൊടുക്കുന്ന ഒരു സാന്നിധ്യത്തിൻ്റെ വില വളരെ വലുതാ പ്രിയപ്പെട്ടവരെ. ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയത്. പലപ്പോഴും ദൂരെ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്തൊക്കെ ആയിരിക്കും വീട്ടിൽ വരിക, വാഹനമൊക്കെ ഓടിച്ച് ചിലപ്പോൾ കാലിൻ്റെ മസിലൊക്കെ കയറി ആയിരിക്കും വീട്ടിൽ വരിക. ചിലപ്പോൾ മടുപ്പോടുകൂടി ഞാൻ പെട്ടെന്ന് ബെഡ്റൂമിൽ പോയിട്ടൊന്ന് നിവർന്ന് കിടക്കണ സമയത്ത് ഇപ്പോൾ 5-10 മിനിറ്റ് കഴിയുമ്പോൾ ജീവിത പങ്കാളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൾ വെക്ക ഒരു പാത്രത്തിൽ ചോറും കറിയും എല്ലാം എടുത്ത് എല്ലാം ചൂടാക്കി എൻ്റെ ബെഡ്റൂമിൽ എത്തിയിട്ട് അവൾ ഒരു വേഷ സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ എനിക്ക് വാരിത്തരും ചോറ്. രോഗമായിട്ട് കിടന്നിട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ അവശനായി കിടക്കുമ്പോൾ, ക്ഷീണിച്ച് കിടക്കുമ്പോൾ ആ സ്നേഹത്തോടു കൂടി വാരിത്തരുന്ന ഒരു ഉരുള ചോറിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് വളരെ വലുതാ പ്രിയ സഹോദരങ്ങളെ. രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ, ക്ഷീണിതനായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് ഒന്ന് ആഹാരം വാരിക്കൊടുക്കുവാൻ, ഒന്ന് സ്നേഹത്തോടെ താലോലിക്കുവാൻ, ഒന്ന് സ്നേഹത്തോടെ തലോടുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവം വലിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ 10 കൽപ്പന അവസാനിപ്പിക്കട്ടെ. ഇന്ന് കുടുംബജീവിതത്തിൽ പലപ്പോഴും ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പലപ്പോഴും 1ാം സ്ഥാനം നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞുങ്ങളിലേക്ക് മാറ്റിപ്പോകുന്ന പല അവസ്ഥകളും കണ്ടിട്ടുണ്ട്. വചനം അടിവരയിട്ട് പറയുന്നു, കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഈ ഭൂമിയിലുള്ള 1ാം സ്ഥാനം അവൻ്റെ ജീവിത പങ്കാളി തന്നെയാണ്. കുഞ്ഞുങ്ങളാവട്ടെ, മാതാപിതാക്കളാകട്ടെ, ഇവരെല്ലാം 2-3 സ്ഥാനങ്ങളിൽ മാത്രം നിർത്തുവാൻ പറ്റണം. മരണം വരെ എനിക്ക് കാത്തിരുന്നുണ്ടായ കുഞ്ഞായിക്കോട്ടെ, എന്നെ സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കളായിക്കോട്ടെ, എൻ്റെ ജീവിതത്തിലെ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ 1ാം സ്ഥാനം അവൻ്റെ ജീവിത പങ്കാളിക്ക് തന്നെയായിരിക്കണം. സാന്നിധ്യത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും ആസ്വദിച്ച് മുന്നോട്ട് പോകുവാൻ, ദൈവത്തോടൊപ്പം ആസ്വദിച്ച് മുന്നോട്ട് പോകുവാൻ, ജീവിതത്തിൽ കളിയും ചിരിയും തമാശകളും എല്ലാം വീണ്ടും ഉണ്ടാകട്ടെ. സഹോദര സഹോദരി, കുഞ്ഞുങ്ങൾ ഈ കേട്ടതായ ഏതെങ്കിലും മേഖലകളിൽ പ്രിയ സഹോദര സഹോദരന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തുവാനുണ്ടെങ്കിൽ ഇതാണ് സ്വീകാര്യമായ സമയം. ഒരു തിന്മയുടെ സ്വാധീനത്തിനോ പൈശാചിക സാന്നിധ്യത്തിനോ ഇടവരുത്താതെ മാറ്റം വരുത്തേണ്ട മേഖലകളെ മാറ്റം വരുത്തുക. സന്തോഷരഹിതമായിട്ടുള്ള അവസ്ഥകളെ സന്തോഷപൂർണമാക്കുക. ദുഃഖസമുദ്രമായ അവസ്ഥകളെ മാറ്റി ശാന്തിയും സമാധാനവും വിധിക്കുക. ഈ ആരാധനയുടെ മധ്യത്തിൽ നമുക്കതിന് പറ്റട്ടെ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യേശുനാഥ വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ, വാവാ യേശുനാഥ, നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. വാവാ യേശുനാഥ, നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. വാവാ യേശുനാഥ, വാവാ
യേശുനാഥ വാവാ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ കേട്ട കഥാവായ യേശുവിൻ്റെ ഗാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ദിവ്യകാരുണ്യയുടെ ഈശോയുടെ മുമ്പിലായിരിക്കുന്ന നമ്മൾ എല്ലാ ദുഃഖങ്ങളും എല്ലാ ക്രോധങ്ങളും മോഹങ്ങളും എല്ലാ അഹംഭാവത്തിൻ്റെ ലക്ഷണങ്ങളും പാപങ്ങളും എല്ലാ കുടുംബ പ്രശ്നങ്ങളും ഈ മുറിക്കപ്പെടുന്ന ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിലുള്ള എല്ലാ കുടുംബത്തിനും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു അങ്ങയുടെ അൽത്താരയുടെ മുന്നിൽ വെച്ച കുടുംബത്തെ നൽകിയപ്പോൾ കർത്താവായ യേശു വളരെ സന്തോഷത്തോടെ നൽകിയ കുടുംബത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ വന്നുപോയിരിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ, അഹംഭാവത്തിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ, പരസ്പരം അംഗീകരിക്കാത്ത അവസ്ഥ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉപരി ആത്മീയമായ ബുദ്ധിമുട്ടുകളെല്ലാം ഇന്ന് നമ്മുടെ മുന്നിലായിരിക്കുന്ന ഈ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മാർത്തയുടെയും മറിയത്തിൻ്റെയും കുടുംബം, എൻ്റെ സഹോദരരെ അവരുടെ കുടുംബത്തിൽ പോലും അനേകം കുടുംബ തകർച്ചകളും രോഗങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ബൈബിളിലൂടെ വായിച്ചറിയുന്നു. കുടുംബത്തിൽ ഒരു രോഗാവസ്ഥ വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ നമ്മളെ പൂർണ്ണമായും നമ്മൾ കർത്താവ് കൈവിട്ടു എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കേണ്ട. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. കാരണം ചില രോഗങ്ങൾ, ചില തകർച്ചകളൊക്കെ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരിലും നമ്മുടെ സമൂഹത്തേക്കും പ്രകടമാകുന്നതിന് വേണ്ടി കർത്താവ് തകർച്ചകൾ പലർക്കും തരുന്നുണ്ട്. യേശുവിനെ നാം നമ്മൾ പ്രാർത്ഥിക്കുന്നു. കാരണം മാർത്തയുടെ സഹോദരൻ ലാസറസ് രോഗാവസ്ഥയിലായിരുന്നു എന്ന സന്ദേശം കർത്താവ് കേട്ടപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഈ രോഗം മരണത്തിൽ തീരുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകത ദൈവത്തിൻ്റെ കൃപ മഹത്വം അവിടെയുള്ള എല്ലാവരിലും വെളിപ്പെടുന്നതിന് വേണ്ടിയുള്ള രോഗമാണെന്ന് പറഞ്ഞു. വീണ്ടും കർത്താവ് അവിടെ ചെല്ലുകയും കർത്താവ് ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ കർത്താവായ യേശുവിനെ വന്ന് മാർത്ത സ്വീകരിച്ചു. പക്ഷേ കർത്താവ് വീണ്ടും ഗ്രാമത്തിൽ തന്നെ നിന്നുകൊണ്ട് വാതിൽപ്പടിക്കൽ നിന്നുകൊണ്ട് തന്നെ കർത്താവ് അരുൾ ചെയ്തല്ലോ, ദൈവമേ കർത്താവ് ലോകത്തെ വിരിച്ച, ആകാശത്തെ വിരിച്ച, ഭൂമിയെ സ്ഥാപിച്ച, മനുഷ്യരുടെ ആത്മാവിനെ നിവേശിപ്പിച്ച കർത്താവിന് ലാസറെ എന്നുള്ള ഒരൊറ്റ വിളിയിൽ തന്നെ അവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ഹൃദയത്തിലുള്ള അഹങ്കാരത്തിൻ്റെ, അഹംഭാവത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെ എടുത്തു കളയുന്നതിന് വേണ്ടി കർത്താവോടെ പറഞ്ഞ വചനം നമ്മളിപ്പോൾ ഇവിടെ സ്മരിക്കുകയാണ്. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ആ കല്ലറയുടെ മുമ്പിലുള്ള അടച്ചു വെച്ചിരിക്കുന്ന കല്ലെടുത്ത് മാറ്റുക. അതുമാതിരി നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പാപത്തിൻ്റെയും, കോപത്തിൻ്റെയും, അഹങ്കാരത്തിൻ്റെയും, അഹംഭാവത്തിൻ്റെയും, വെറുപ്പിൻ്റെയും എല്ലാം കല്ല് എടുത്തു മാറ്റി നമ്മൾ കർത്താവിലേക്ക് ചേർന്ന് കർത്താവിനോട് ഒന്നിച്ച് ആരാധിച്ച് കർത്താവിന് വേണ്ടി സുവിശേഷം അറിയിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലാം വിജയമാക്കി തീർക്കത്തക്ക രീതിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ മുന്നിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, പ്രത്യേകിച്ച് കുട്ടികളില്ലാത്ത എല്ലാവരെയും ഇതാ കർത്താവ് ദിവ്യകാരുണ്യ യേശുവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ വലിയ മഹത്വം അവരിന് പ്രകടമാകുന്നതിന് വേണ്ടി അതായത് വചനം പറയുന്നു 127:3, ഉദരഫലം ദൈവത്തിൻ്റെ അനുഗ്രഹം, കുട്ടികൾ സമ്മാനമാണെന്ന്. കർത്താവായ യേശുവെ, ആ ഉദരഫലം നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നതിൻ്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18:18, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെടും, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന എല്ലാം സ്വർഗ്ഗത്തിൽ അഴിക്കപ്പെടും. കർത്താവെ, ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവെ, രോഗത്തിൻ്റെ ശൈലിയിലായിരിക്കുന്ന, മദ്യപാനത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന, മയക്കുമരുന്നിൻ്റെ അടിമയിലായിരിക്കുന്ന കർത്താവെ, കണ്ട പൈശാചിക ബന്ധനത്തിലായിരിക്കുന്ന, പലവിധ ദേഷ്യ സ്വഭാവങ്ങളിലായിരിക്കുന്ന, വിട്ടുകൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവായ യേശു അങ്ങയുടെ തിരുക്കുരിശിലേക്ക് ഇത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ തിരുരക്തം ഒഴുക്കണമേ. കർത്താവായ യേശുവേ, സകല പാപങ്ങളും മോചിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ വചനം റോമ 10:9 പറയുന്നു, ദൈവം യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയും, ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ഹൃദയത്തിൽ വിശ്വസിക്കുക. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഞങ്ങളെല്ലാ ഭാരങ്ങളും അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക് എടുത്തു വയ്ക്കുന്ന നാഥ. ഞങ്ങളുടെ എല്ലാ ബന്ധനങ്ങളെയും, രോഗത്തിൻ്റെ, പാപത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, അഹംഭാവത്തിൻ്റെ, ക്രോധത്തിൻ്റെ, വലിയ വലിയ രോഗങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ മുതലായ രോഗങ്ങളെല്ലാം യേശുവേ നിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് എടുത്തു വയ്ക്കുന്ന നാഥ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ നാഥ. അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ കൊണ്ട് ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ. എല്ലാ രാജകത്തിൽ, മദ്യപാനത്തിൽ, മയക്കുമരുന്നിൽ, കുടുംബ തകർച്ചയിൽ, രോഗത്തിലെല്ലാം പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബത്തെയും കർത്താവേ അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ യോഹന്നാൻ, അങ്ങയുടെ അരുമ ശിഷ്യനായ യോഹന്നാൻ അങ്ങയുടെ സ്ലിഹായോട് ചേർന്ന് നിന്ന മാതിരി കർത്താവേ, പാപത്തിലായിരിക്കുന്ന, രോഗത്തിലായിരിക്കുന്ന, അഹംഭാവത്തിലായിരിക്കുന്ന, തകർച്ചകരായിരിക്കുന്ന, അകർച്ചയിലായിരിക്കുന്ന എല്ലാ കുടുംബത്തെയും കർത്താവേ അങ്ങയുടെ കുരിശിലേക്ക് ചേർത്ത് വയ്ക്കുന്നു നാഥ. അങ്ങയുടെ തിരുരക്തം ഒഴുക്കി കർത്താവേ, അങ്ങയുടെ തിരുരക്ത കടലിൽ മുക്കി എല്ലാവരുടെ പാപ
സാഹചര്യങ്ങൾ, രോഗാവസ്ഥകളെല്ലാം എടുത്ത് മാറ്റിക്കളയണമേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ വലിയ നാമത്തിൽ, എല്ലാ നാമങ്ങൾക്കും മേലിൽ വലുതായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ ലോക സാഹചര്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു കർത്താവേ. യേശുവേ, വചനം പറയുന്നു 1 Petrus 2:24, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ രോഗാവസ്ഥയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി സ്വീകരിച്ച്, യേശുവെ അങ്ങയുടെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി സ്വീകരിച്ച് എല്ലാവരും അങ്ങയുടെ സാക്ഷികളാക്കത്തക്ക രീതിയിൽ കർത്താവെ എല്ലാവരെയും അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മദ്യപാനത്തിന് അടിമയായിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് യേശുവെ സമർപ്പിക്കുന്നു. അതിൻ്റെ ജഡിക ആസക്തികളിൽ പൂണ്ട് വിളയാടുന്ന കുടുംബങ്ങളെ കർത്താവെ സമർപ്പിക്കുന്നു കർത്താവ് യേശു. അങ്ങയുടെ തിരുരക്തം ഒഴുക്കണമേ കർത്താവെ. അങ്ങയുടെ സമാധാനങ്ങൾ ആ കുടുംബത്തിൽ ഭരിക്കത്തക്ക രീതിയിൽ, അങ്ങയുടെ കരുണ അവരുടെ ഓരോ പ്രവൃത്തികളും ഉണ്ടാകത്തക്ക രീതിയിൽ കർത്താവെ, സ്നേഹത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ അടിത്തറയിട്ട് സന്തോഷത്താൽ ജീവിച്ച് കർത്താവെ മറ്റുള്ളവർക്കും സ്വന്തം കുടുംബത്തിലെ മക്കൾക്കും സാക്ഷികളായി തരത്തക്ക രീതിയിൽ കർത്താവെ നീ അവരിലേക്ക് ഞങ്ങളുടെ തിരുരക്തം ഒഴുക്കണമേ. പാപ സാഹചര്യങ്ങൾ കഴുകിക്കളയണമേ. യേശുവിൻ്റെ യോഗ്യതയുള്ള നാമത്തിൽ ഇതാ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന എല്ലാ കുടുംബത്തിൽ നിന്നുള്ള ആ സാത്താന്റെ പിടകളും അനാവശ്യമായ എല്ലാ സംശയങ്ങളും രോഗലക്ഷണങ്ങളും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വീട്ടിലുള്ള എല്ലാവരും ഞങ്ങളുടെ സാക്ഷികളായി തീർന്ന കർത്താവെ അങ്ങേക്ക് വേണ്ടി കുടുംബത്തോടെ വചനം പ്രഘോഷിക്കുന്നതായി മാറിത്തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.